ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സിയാമോസ് ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, മുൻവർഷ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ 2024 കഴിഞ്ഞ വർഷം കേട്ടോ. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. കഴിഞ്ഞ വർഷം 2024 അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കണം. ഓക്കെ, അപ്പോൾ എന്താ 24ാമത്തെ ചോദ്യം. ഇതിനു മുമ്പ് ചെയ്ത ചോദ്യങ്ങളൊക്കെ നമ്മൾ SLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 cm, 2 cm, 3 cm ആൻഡ് സോ ഓൺ. ദ ഫോം ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. വശങ്ങളുടെ നീളം 1 cm, 2 cm, 3 cm എന്നിങ്ങനെ തുടരുന്ന സമചതുരങ്ങളുടെ ചുറ്റളവുകൾ ഒരു സമാന്തര ശ്രേണിയിലാണ്. റൈറ്റ് ദ സീക്വൻസ്. ശ്രേണി എഴുതുക. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? പൊതു വ്യത്യാസം കാണാം. ഓക്കെ, പെരിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പെരിമീറ്റർ ഓഫ് സ്ക്വയർ, സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4a എന്നാണ് ഇക്വേഷൻസ്. അതിൽ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്തിന്റെ നീളം. അപ്പോൾ ഒരു സൈഡ് A1 ആണെന്നുണ്ടെങ്കിൽ 4 × 1 4 വരും. സൈഡ് 2 ആണെന്നുണ്ടെങ്കിലോ 4 × 2 8 വരും. സൈഡ് 3 ആണെന്നുണ്ടെങ്കിലോ 4 × 3 12 വരും. അപ്പോൾ ശ്രേണിയായി. ഇനി കോമൺ ഡിഫറൻസ് 8 ന്ന് 4 പോയാൽ 4. 25ാമത്തെ ചോദ്യം. ദ nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 4n+1. ഒരു സമാന്തര ശ്രേണിയുടെ അവസാന പദം 4n+1 എന്നാണ്. റൈറ്റ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം കണക്കാക്കുക. റൈറ്റ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. ഈ ശ്രേണിയുടെ ആദ്യ പദം എഴുതുക. വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 4. ഈ ശ്രേണിയിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം കണക്കാക്കുക. അപ്പൊ ആദ്യം കോമൺ ഡിഫറൻസ്. an+b എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് അൽജിബ്ര ഉണ്ടാവുക. അതിൽ n-ന്റെ കൂടെ ഉള്ളതാണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ n-ന്റെ കൂടെ 4 ആണ്. അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം 4 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയാൻ n-ന് 1 കൊടുത്താൽ മതി. അപ്പൊ 4 × 1 4, 4ക്ക് 1 കൂട്ടിയാൽ 5. ഇനി വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 4. ഈ സീക്വൻസിലെ ടേമുകളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5-നെ 4 ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ കിട്ടുക? 1. 5-ൽ എത്ര 4 ഉണ്ട്? 1. ഒരു 4 4, ബാക്കി എത്ര ഉണ്ടാവും? 1. ദെൻ അടുത്ത് കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 8 14 20. 8 14 20 എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. ഈസ് 25 എ ടേം ഓഫ് ദി സീക്വൻസ്. 25 ഈ ശ്രേണിയിലെ പദമാണോ? ചെക്ക് ഇഫ് 144 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. 144 ശ്രേണിയുടെ ഒരു പദമാകുമോ എന്ന് പരിശോധിക്കുക. പ്രൂവ് ദാറ്റ് there are no perfect squares in this sequence. ഈ ശ്രേണിയിൽ പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുക. അപ്പൊ ആദ്യം 25, 8 14 20 26. ഞാൻ അതിൽ ഒരു ടേമും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. നോക്കിയാ 14-ന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. അല്ലെങ്കിൽ 20-ന്ന് 14 കുറച്ചാൽ 6. ഓക്കെ, അപ്പൊ 25 ഇതിൽ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 8 14 20 6 കൂട്ടി കൂട്ടി പോവല്ലേ. അപ്പൊ 20 കഴിഞ്ഞാൽ അടുത്ത ആളാരാ? 26 ആണ്. അപ്പൊ 25 ഇതിലെ ടേം ആണോ? അല്ല. 25 ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. 25 ഈ ശ്രേണിയിലെ പദമല്ല. ഇനി ബി ചെക്ക് 144 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. nth ടേം an+b എന്നാണ്. 144. an+b ചെയ്ത് കഴിഞ്ഞാൽ 144. ഇത് നമ്മൾ എങ്ങനെയാണെന്ന് ചെയ്യണത്? 2 രീതിയിൽ ചെയ്യട്ടോ. ഈ അൽജിബ്ര കണ്ടിട്ട് ആ അൽജിബ്ര ഈക്വൽ ടു 144 ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ചെയ്ത മെത്തേഡ്. അതിൽ n-ന്റെ വാല്യൂ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ടേം ആണ്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പം 6n. n-ന് 1 കൊടുത്താൽ 6 കിട്ടും. പക്ഷെ നമുക്ക് ഫസ്റ്റ് ടൈം 8 ആണ്. അപ്പോൾ 6ക്ക് 2 കൂട്ടണം. അപ്പോൾ +2. ഇതിൽ നിന്ന് ഈ +2-നെ ഞാൻ ഇപ്പുറം കൊണ്ടുവരും. അപ്പോൾ 144 - 2 142. ഇതിനെ ഞാൻ താഴത്തോട്ട് കൊണ്ടുവരും. ഈ 6-നെ അപ്പുറം കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ആവും. ഓക്കെ, 142-നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 1 6 6, 2 6 12. ഓക്കെ, 4 2 22, 3 6 18. ശിഷ്ടം 4 വരും. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ n നമുക്കൊരു കറക്റ്റ് നമ്പർ കിട്ടാത്തതുകൊണ്ട് 144 എന്തല്ല? പദമല്ല. ഇനി വേറൊരു മെത്തേഡ് എന്താണെന്നറിയോ? ഈ 8-നെ ഈ സീക്വൻസിലുള്ള ഏതൊരു ടേമിനെയും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോമൺ ഡിഫറൻസ് നോക്കിയാൽ മതി. ശിഷ്ടം നോക്കിയാൽ മതി. ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ്? 6 ആണ്. അപ്പോൾ 8-നെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 1 6 6 7 8. റിമൈൻഡർ 2 ആണ്.
അല്ലേ? അപ്പോൾ ഈ 144 ഞാൻ 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തു. 144 ഈ സീക്വൻസിലെ ശ്രേണിയാണെങ്കിൽ അവിടെ റിമൈൻഡർ എത്ര കിട്ടണം? 2 കിട്ടണം. നോക്കിയാൽ 14നെ 6 ഡിവൈഡ് ചെയ്താൽ 12 ബാക്കി 4, 3 6 18 ബാക്കി 2 അല്ലേ? അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ 2 6 12 24 വരും. 6 3 18 6 4 24 6 4 24 ശിഷ്ടം 0 ആണ് വരിക. ശിഷ്ടം എത്ര വരിക? 0 ആണ് വരിക. പക്ഷെ നമുക്ക് ശിഷ്ടം വേണ്ട എത്രയാണ്? 2 ആണ്. അപ്പോൾ 144 സീക്വൻസിലെ ശ്രേണിയാണോ? ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് കേട്ടോ. അപ്പോൾ 144 എന്തല്ല? നോട്ട് ഡിവിസിബിൾ ബൈ 6, 6 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അതായത് ഫസ്റ്റത്തെ മെത്തേഡ് വെച്ചിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ 144 ഈ സീക്വൻസിലെ ശ്രേണിയല്ല, സീക്വൻസിലെ ടേം അല്ല. 144 ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. 144 ശ്രേണിയിലെ പദമല്ല. ഓക്കെ, പ്രൂവ് ദാറ്റ് ദർ ആർ നോ പെർഫെക്റ്റ് സ്ക്വയർ ഇൻ ദി സീക്വൻസ്. ഈ ശ്രേണിയിൽ പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഇല്ലാന്ന് തെളിയിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്ര നമുക്ക് കിട്ടിയതാണ് 6n+2. ഇതിൽ എന്താ പറയുക, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം 2 ആണ് കിട്ടുന്നതെന്നുള്ളതും കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ സ്ക്വയർ കാണാം. പെർഫെക്റ്റ് സ്ക്വയർ ഇതിലില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ടേമിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അവിടെ നമുക്ക് റിമൈൻഡർ 2 തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത് ഈ സീക്വൻസിൽ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കാണാം. ഓക്കെ, 6n സ്ക്വയർ എന്താ? 6ന്റെ സ്ക്വയർ. ഇതിനെ a+b ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. a² + 2ab + b². ഓക്കെ, 6ന്റെ സ്ക്വയർ 36, n-ന്റെ സ്ക്വയർ n². പിന്നെ 6 × 2 12, 12 × 2 24, പിന്നെ 2ന്റെ സ്ക്വയർ 4. എല്ലാത്തുനിന്നും ഞാനൊരു 4നെ പുറത്തെടുത്തു. 36 4 പോയാൽ 9, 24 4 പോയാൽ 6, 4 4 പോയാൽ 1. പുറത്തെടുക്കുമ്പോൾ ബാക്കി കാണാൻ മൈനസ് ചെയ്യല്ലേ ചെയ്യട്ടോ. 36 4നെ പുറത്തെടുത്താൽ സാറേ ബാക്കി 32 അല്ലേ വരിക? അല്ല, കോമൺ നമ്പറിനെ നമ്മൾ പുറത്തെടുക്കുമ്പോൾ ബാലൻസ് കാണാൻ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. കാരണം ഈ 4നെ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഈ നമ്പർ കിട്ടണം. ഉള്ളിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഗുണിക്കുകയല്ലേ ചെയ്യുക. 4 × 9 36, 6 × 4 24, 4 × 1 4. അപ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഈ ബ്രാക്കറ്റിനുള്ളിലെ ടേമിന് ഞാനൊരു നമ്പർ കൊടുത്തു, 4m. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ 0 ആണ്. ഇവിടെ ഒന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറുകളാണ് വരുന്നതെങ്കിൽ അവിടുത്തെ റിമൈൻഡർ അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? ഒരു മിനിറ്റ്, 4നെയാണ് ഞാൻ പുറത്തെടുത്തത് അല്ലേ? 4നല്ല, 6നെ പുറത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ വരിക നോക്കാം. 6നെ പുറത്തെടുത്താൽ 6 6 36, 6 6 36. അപ്പോൾ 6n² വരും. പിന്നെ 24 6 പോയാലും 3 6 18, 4 6 24, 4n. 4 എടുക്കാൻ പറ്റില്ല. അപ്പോൾ 4 അതേപോലെ +4 തന്നെ കിടക്കട്ടെ കേട്ടോ. ഞാൻ 4നെ എടുത്ത് 4നല്ല എടുക്കേണ്ടി കേട്ടോ, ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ 6m + 4 എന്ന് വരും. ഇങ്ങനെയാണ് വരിക കേട്ടോ. 4നല്ല എടുക്കേണ്ടി 6ന്, കാരണം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. അപ്പോൾ ഇവിടെ 4ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 4 ആണ് വരിക. പക്ഷെ കോമൺ ഡിഫറൻസ് എത്ര വരേണ്ടത്? 6 ആണ് വരേണ്ടത്. കോമൺ ഡിഫറൻസ് എത്ര വരേണ്ടത്? 6 ആണ് വരേണ്ടത്. അപ്പോൾ 6നെ ഞാൻ പുറത്തെടുത്തു. ആരെ ഞാൻ പുറത്തെടുത്തു? 6നെ ഞാൻ പുറത്തെടുത്തു. 6നെ പുറത്തെടുത്തപ്പോൾ നോക്കി ഇവിടുത്തെ ഇത് എത്രയാണ്? വ്യത്യാസം എത്രയാണ്? 4 ആണ്. ഇവിടുത്തെ ഇത് എത്ര? റിമൈൻഡർ എത്ര? 2 ആണ്. അപ്പോൾ റിമൈൻഡർ സെയിം ആണോ? അല്ല. അതുകൊണ്ട് സ്ക്വയറുകളൊന്നും ഈ സീക്വൻസിൽ ഉണ്ടാവില്ല. റിമൈൻഡേഴ്സ് ആർ നോട്ട് ഈക്വൽ, therefore there is no perfect square in the sequence. ശിഷ്ടം തുല്യമല്ലാത്തത് കൊണ്ട് പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഈ ശ്രേണിയിലെ പദങ്ങളല്ല. The third term of arithmetic sequence is 26 and its 8th term is 61. ഒരു സമാന്തര ശ്രേണിയുടെ 3ാം പദം 26, 8ാം പദം 61. Find the common difference of the sequence. ശ്രേണിയുടെ പൊതു വ്യത്യാസം കാണണം. What is its first term? ശ്രേണിയുടെ 1ാം പദം എന്ത്? Write the algebraic form of the sequence. ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. Find the sum of the first 15 terms of the sequence. ഈ ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കണക്കാക്കുക. അപ്പോൾ ആദ്യം കോമൺ ഡിഫറൻസ് കാണണം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ? 23rd ടേം ടേം ഡിഫറൻസ്. അപ്പോൾ 61 - 26, 8 - 3 കിട്ടും. ഓക്കെ, 61 - 26 പോയാൽ 35, 8 - 3 പോയാൽ 5. അപ്പോൾ പൊതുവ്യത്യാസം 7. ഇനി ഇറ്റ്സ് ഫസ്റ്റ് ടേം അല്ലേ, ആദ്യ പദം കാണണം. അപ്പോൾ ഇവിടെ ആദ്യ പദം കാണാൻ x3 തേർഡ് ടേം ഉണ്ട്. 3ാമത്തെ ടേമിന്ന് 2 വട്ടം പൊതുവ്യത്യാസം കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 26 - 2 × 7, 2 × 7 14, 26 - 14 പോയാൽ 12. അപ്പോൾ 1ാം പദം 12. അൽജിബ്ര എഴുതണം. ഓക്കെ, an + b. a എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, അപ്പോൾ 7n.
ഈ എന്നിന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടണം. ഒരു 7 7 7ക്ക് എത്ര കൂട്ടുമ്പോഴാണ് 12 കിട്ടുക? 7ഉം 5ഉം അല്ലേ? 7n + 5. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദ സീക്വൻസ്. ആദ്യത്തെ 15 പദങ്ങളുടെ തുക. അപ്പോൾ 15ാം പദം ആദ്യം കാണാം. എന്നിന് 15 കൊടുക്കുക. 7 × 15 + 5. 7 × 15 ചെയ്യുമ്പോൾ 7 × 15 ആദ്യം ചെയ്യുക. അഥവാ 15 × 7 7 5 35ക്ക് 5 ശിഷ്ടം 3. ഒരു 7 7 3 10. 105ക്ക് 5 കൂട്ടിയാൽ 110. ഓക്കെ. ഇനി Sn = n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം 12 ആണ്, അവസാന പദം 110 ആണ്. ഓക്കെ. ഇനി 12ക്ക് 110 കൂട്ടുക. അപ്പോൾ 122 ആയി. ഇനി 122ൻ്റെ പകുതി അഥവാ 61. 15 × 61. 15 × 61. 1 5 5 1 1. 6 5 30ക്ക് 0 ശിഷ്ടം 3. 1 6 6 3 9. 5 1 9. 915. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് 2019 2020 21 22 23 24 27 ചോദ്യങ്ങളാണുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ നമ്മളൊരു ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 വർഷത്തിന് 27 ചോദ്യങ്ങൾ വെച്ചിട്ട് ഏകദേശം ഒരു 4 പോയിന്റ് സംതിങ്, എന്തായാലും ഒരു 4 ചോദ്യം, 6 4 24, പിന്നെ ഒരു 3 ചോദ്യം കൂടി ഉള്ളൂ അല്ലേ, ഒരു ചോദ്യത്തിൻ്റെ കമ്മിയുള്ളൂ. അപ്പോൾ ഒരു വർഷത്തിൽ മാക്സിമം 4 5 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത് അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് മാത്രമായിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ.